രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് ബിജെപിയിലെ ഒരു പക്ഷം. എൻ ശിവരാജനെയും പ്രമീള ശശിധരനെയും മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് സി കൃഷ്ണകുമാർ പക്ഷം RSSനെ സമീപിച്ചു. അതേസമയം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് എൻ ശിവരാജൻ പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി മത്സരിക്കേണ്ട പറഞ്ഞാൽ ഞാൻ 40 കൊല്ലം കൗൺസിലറായിരുന്ന ആളാണ്. ഈ റെക്കോർഡ് വേദിക്കാൻ 160 കൊല്ലത്തെ പാരമ്പര്യമുള്ള പാലക്കാട് നഗരസഭയ്ക്ക് ഇനി ആരും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി പാർട്ടി തീരുമാനിച്ച് ഞാൻ ഭരിക്കുന്നവരെ കൗൺസിലറായിരിക്കണമെന്നില്ലല്ലോ. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കില്ല. പാർട്ടി എവിടെ മത്സരിക്കണം പറഞ്ഞാൽ അവിടെ മത്സരിക്കും, അല്ലെങ്കിൽ വേണ്ട. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പാലക്കാട് നഗരസഭ ഭരണം കയ്യിലുണ്ട്, അത് നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ല ഇക്കുറിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണോ പോകുന്നത്? ഉള്ളിലെ ശത്രുക്കളെ വെട്ടിനിരത്തുകയാണോ? സുജി, അതായത് ഇത്തവണ പാലക്കാട് നഗരസഭയിൽ ഭരണം നിലനിർത്തുക, അതും 3ാം തവണ ഭരണം നേടുക എന്നൊരു ലക്ഷ്യത്തിലാണ് BJP ഉള്ളത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPക്കകത്ത് വലിയ രീതിയിലാണ് ഇപ്പോൾ കലഹം നടക്കുന്നത്. കാരണം സീനിയർ നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളത്. നിലവിൽ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, BJP ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള N ശിവരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സ്മിതേഷ് സാബു എന്നിവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് എടുത്തുള്ളത്. മാത്രമല്ല കൃഷ്ണകുമാർ പക്ഷത്തുള്ള ആളുകളാണ് ഇത്തരത്തിൽ സീനിയർ നേതാക്കളെ മാറ്റി നിർത്താനുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്ക് മുന്നിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ട സംഭവം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പ്രമീള ശശിധരനെ മത്സരിപ്പിക്കരുത് എന്നൊരു ആവശ്യം കൃഷ്ണകുമാർ പക്ഷം നേതാക്കൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രമീള ശശിധരനെ മാറ്റി നിർത്തിയതെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും N ശിവരാജൻ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറയുന്നത് പാർട്ടി എന്ത് പറയുന്നു അതിനനുസരിച്ചുള്ളൊരു തീരുമാനം സ്വീകരിക്കും, അതിനനുസരിച്ച് ഒരു പ്രവർത്തനം നടത്തും എന്നുള്ളതാണ്. ഏതായാലും കൃഷ്ണകുമാർ പക്ഷത്തെ കൂടുതൽ നേതാക്കൾക്ക് ഇത്തവണ സീറ്റ് നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മിനി കൃഷ്ണകുമാർ അവർ നിലവിൽ നഗരസഭാ അംഗം കൂടിയാണ്. അവർ മത്സരിക്കുന്ന, അതിനോടൊപ്പം തന്നെ ബാബു വെണ്ണക്കര, ഹരി പട്ടിക്കര, മധു തുടങ്ങിയുള്ള കൃഷ്ണകുമാർ പക്ഷത്തെ നേതാക്കൾ മത്സരിക്കുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാർ പക്ഷത്തെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. പ്രശാന്ത് ശിവനെയാണ് ഇത്തവണ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി BJP പാലക്കാട് നഗരസഭയിൽ രംഗത്തേക്ക് ഇറക്കുന്നത്. ശ്രീരാംപാളയത്ത് നിന്നോ അല്ലെങ്കിൽ വടക്കന്തര മേഖലയിൽ നിന്നോ പ്രശാന്ത് ശിവനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് നഗരസഭാ ചെയർമാനാക്കാനുള്ള നീക്കത്തിലേക്കാണ് BJP കടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് വലിയ രീതിയിൽ BJPക്ക് തലവേദനയാവുണ്ട്. ഏതായാലും RSS കാര്യാലയത്തിൽ വെച്ച് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു യോഗം ചേരുന്നു. ആ യോഗത്തിന് ശേഷം കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് BJP കടക്കും എന്നുള്ളതാണ് സുജിയ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.